ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ച 3 ചോദ്യങ്ങൾ ഉത്തരം നൽകുവാൻ ഇന്നത്തെ ധ്യാന മണ്ഡലത്തിലൂടെ അനുവദിച്ചു. ആ 3 ചോദ്യങ്ങൾ: 1, അച്ഛാ, ക്രിസ്ത്യാനികൾക്ക് പുതിയ നിയമം എന്തിനാണ് നമ്മൾ പഴയ നിയമം സ്വീകരിക്കുന്നത്? അത് യഹൂദന്മാർക്കുള്ളത്. പഴയ നിയമം യഹൂദന്മാർക്കും പുതിയ നിയമം ക്രിസ്ത്യാനികൾക്കും. അപ്പം പിന്നെ നമ്മൾ പഴയ നിയമം സ്വീകരിക്കേണ്ടത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം: അച്ഛാ, നമ്മുടെ ആരാധന എന്തിനാണ് ഈ ധൂപപ്രാർത്ഥന? ധൂപം പറയുന്നത് അത് ജാതികളുടെ കാര്യമാണ്. നമ്മളെന്തിനാണ് ധൂപപ്രാർത്ഥന? മൂന്നാമത്തെ ചോദ്യം: അച്ഛാ, നമ്മുടെ പ്രാർത്ഥനകൾ എന്തിനാണ് ദീപം കത്തിച്ച് പ്രാർത്ഥന, വിളക്ക് കത്തിച്ച് പ്രാർത്ഥന? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വിശുദ്ധ വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നു? നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ബൈബിൾ തന്നെ വ്യക്തമാക്കുന്നു. പുതിയ നിയമം മാത്രം പോലെ പഴയ നിയമവും വേണം. രണ്ടും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒരു കടലാസിന്റെ 2 വശം പോലെയാണ്. രണ്ടും തിരുവചനത്തിന്റെ ഭാഗമാണ്, തിരുവെഴുത്തുകളുടെ ഭാഗമാണ്. നമുക്ക് ആ വേദഭാഗം ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. നീക്കുവാനല്ല, നിവർത്തിക്കുവാൻ അത്രേ കർത്താവ് വന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം: ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. അപ്പൊ പഴയതെല്ലാം നീക്കിക്കളയുവാനല്ല, ആ കാര്യങ്ങളൊക്കെ നിവർത്തിക്കുവാനാണ് കർത്താവ് വന്നത്. നീക്കുവാനല്ല, നിവർത്തിക്കുവാൻ അത്രേ കർത്താവ് വന്നത്. ടു ഫുൾഫിൽ the word of God. He came to fulfill the scriptures. തിരുവെഴുത്തുകൾ നിവർത്തിക്കുവാനാണ് കർത്താവ് വന്നതെന്ന് കർത്താവ് പറയുന്നു. മാത്രമല്ല, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 46-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കും. ലൂക്കോസ് 2:40. കർത്താവായ യേശുക്രിസ്തു പഠിച്ച പുസ്തകമാണ് പഴയ നിയമം. കർത്താവ് പഴയ നിയമം പഠിച്ചു. എന്താണ് ആ ഭാഗത്ത് പറയുന്നത്? 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുന്നതും ചെയ്യുന്നതും കണ്ടു. ഉപദേശങ്ങൾ, തിരുവെഴുത്തുകൾ വായിക്കുന്നു, ചോദിക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, അല്ലേ? പഴയ നിയമം കർത്താവ് പഠിച്ചു. കർത്താവ് പഠിച്ച പുസ്തകമാണ് പഴയ നിയമം. വീണ്ടും ബൈബിൾ നാം കാണുന്നു, കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച പുസ്തകമാണ്. കർത്താവ് പഴയ നിയമം പഠിപ്പിച്ചു. വിശുദ്ധ ലൂക്കോസ് 4-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യം: അവൻ വളർന്ന നസറേത്തിൽ വന്നു, ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം
വായിച്ച് പഠിപ്പിക്കുന്ന കർത്താവിനെ അവിടെ കാണുന്നത്. എന്താണ് ആ പഴയ നിയമഭാഗം? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരൻ തിരികെ കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പൊ കർത്താവ് ആ തിരുവെഴുത്തുകൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. കർത്താവിലൂടെ അതെല്ലാം നിവർത്തിയാവുകയാണ്. ക്രിസ്തുവിൽ കൂടി തിരുവെഴുത്ത് നിവർത്തിയായെന്ന് വിശുദ്ധ ലൂക്ക 24-ാം അധ്യായം 44-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവർത്തിയാകണമെന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. കർത്താവ് ഇതാണ് തിരുവെഴുത്തുകളെന്ന് പറയുകയാണ്. അത് തിരിച്ചറിയാൻ ജനങ്ങളുടെ ബുദ്ധിയെ തുറക്കുകയാണ്. അപ്പോൾ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്ന കർത്താവിനെ നാം കാണുന്നു. തിരുവെഴുത്തുകൾ പഠിച്ച കർത്താവിനെ നാം കാണുന്നു. ക്രിസ്തുവിൽ കൂടി തിരുവെഴുത്തുകൾ നിവർത്തിയായെന്ന് വ്യക്തമായി നാം മനസ്സിലാക്കുന്നു. അതുപോലെ യേശുക്രിസ്തു പഴയ നിയമത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ച് കർത്താവ് പല വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 34-ാം വാക്യം. 9-ാം മണി നേരത്ത് യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് അർത്ഥമുള്ള എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ട് എന്തെന്നുള്ള വാക്യം 22-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ്. അപ്പൊ കുരിശിൽ കിടന്നുകൊണ്ട് പോലും സങ്കീർത്തനം വായിക്കുകയായിരുന്നു കർത്താവ്, ചൊല്ലിക്കൊടുക്കുകയായിരുന്നു സങ്കീർത്തനം. ഇവിടെ ഉള്ളവരെല്ലാവരും ഏറ്റുചൊല്ലാൻ തക്കവണ്ണം, ധ്യാനിപ്പാൻ തക്കവണ്ണം ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് 22-ാം സങ്കീർത്തനം ചൊല്ലിക്കൊടുക്കുകയായിരുന്നു. വേദന സഹിച്ചുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു മാതൃകയാണ്. കർത്താവ് ഒരു മാതൃക കാട്ടി തന്നിരിക്കുകയാണ്. വേദനകളും ഭാരങ്ങളും ഉണ്ടാകുമ്പോൾ, കഷ്ടതകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? തിരുവചനം വായിക്കണം, സങ്കീർത്തനങ്ങൾ വായിക്കണം, വേദഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കണം. മുള്ളുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നമുക്കൊക്കെ ഉണ്ടാകും. മനുഷ്യനാണോ? പരിമിതികളൊക്കെ ഉണ്ട്. മനുഷ്യനാണോ? ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. അതിനെ ധൈര്യത്തോടും പ്രത്യാശയോടും നേരിടാൻ നമുക്ക് കഴിയണം. ഇപ്പൊ യേശുക്രിസ്തു മാതൃക കാണിച്ചു തന്നു. ആ വേദന സഹിച്ചുകൊണ്ട് കർത്താവ് തിരുവചനം ധ്യാനിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം പകരുന്ന അനുഭവമാകണം തിരുവചനം വായിക്കുക, ധ്യാനിക്കുക, പഠിക്കുക എന്നുള്ളത്. ഞാൻ വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ തിരുവചനം നാം പഠിച്ചതിനേക്കാൾ, വായിച്ചതിനേക്കാൾ, ധ്യാനിച്ചതിനേക്കാൾ കൂടുതൽ സമയം ഇനിയുള്ള ജീവിതത്തിൽ നാം തിരുവചനം വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണം. തിരുവചനം നമുക്ക് ആശ്വാസം തരുന്നു. തിരുവചനം നമുക്ക് പ്രത്യാശ തരുന്നു. ആ തിരുവചനം എന്ന് പറയുന്നത് പഴയ നിയമവും പുതിയ നിയമവുമാണ്. തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് പഴയ നിയമവും പുതിയ നിയമവുമാണ്. ഇപ്പൊ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ടുപോലും സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊടുക്കുകയായിരുന്നു. ജനങ്ങൾ കയറ്റി ചൊല്ലുവാണ്ടോ, എൻ്റെ ദൈവമേ,
എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്നുള്ള സങ്കീർത്തന ഭാഗം. അതുപോലെ നമുക്കറിയാം, ആദിമ സഭയുടെ വേദഗ്രന്ഥം പഴയ നിയമമായിരുന്നു. ആദിമസഭ ഉപയോഗിച്ചിരുന്ന തിരുവെഴുത്തുകൾ, വേദഗ്രന്ഥം, അവരുടെ ബൈബിൾ പഴയ നിയമമായിരുന്നു. നിങ്ങൾക്കറിയാമോ, പുതിയ നിയമത്തിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകം ഏതാ? പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതിൽ ആദ്യം എഴുതപ്പെട്ടത് ഏതാ? സുവിശേഷങ്ങളല്ല. സുവിശേഷങ്ങൾക്ക് മുമ്പ് പൗലോസിന്റെ ലേഖനങ്ങൾ എഴുതപ്പെട്ടിരുന്നു. അപ്പൊ പുതിയ നിയമത്തിൽ ആദ്യം എഴുതപ്പെട്ടത് ഗലാത്യ ലേഖനമാണ്. ഏകദേശം AD 49 ഗലാത്യ ലേഖനം എഴുതുന്നത്. പിന്നെ എഴുതപ്പെടുന്നത് തെസ്സലോനിക്ക ലേഖനം, 1ഉം 2ഉം തെസ്സലോനിക്ക ലേഖനമാണ്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു AD 51 തെസ്സലോനിക്ക ലേഖനം എഴുതപ്പെട്ട വർഷം. അപ്പൊ 49 ഗലാത്യ ലേഖനം എഴുതി, 51 തെസ്സലോനിക്ക ലേഖനം 1ഉം 2ഉം ലേഖനങ്ങൾ എഴുതി. പിന്നെ പൗലോസിന്റെ മറ്റു ലേഖനങ്ങൾ എഴുതി. 13 ലേഖനങ്ങൾ നമുക്കറിയാം പൗലോസിന്റെ. പിന്നെയാണ് സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ സുവിശേഷങ്ങൾ ആദ്യം എഴുതപ്പെട്ടത് ഏതാണ്? മത്തായി അല്ല, മർക്കോസ് ആണ്. മർക്കോസിന്റെ സുവിശേഷമാണ് സുവിശേഷങ്ങൾ ആദ്യം എഴുതപ്പെട്ടത്. പിന്നെ എന്തുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം ആദ്യം ചേർത്തിരിക്കുന്നത്? അതിൽ വംശാവലി ഉള്ളത് കൊണ്ടാണ്. ജീനിയോളജി, വംശാവലി കണക്ക്. ഇന്നാരുടെ മകൻ ഇന്നാരെ ജനിപ്പിച്ചു. അപ്പൊ ആ ജീനിയോളജി, വംശാവലി മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യം ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് ബൈബിൾ എഡിറ്റ് ചെയ്തപ്പോ ആദ്യം മത്തായിയുടെ സുവിശേഷം ചേർത്തത്. അപ്പൊ സുവിശേഷങ്ങൾ ആദ്യം എഴുതപ്പെട്ടത് മർക്കോസിന്റെ സുവിശേഷമാണ്. പിന്നെ മത്തായി, ലൂക്കോസ്, യോഹന്നാൻ എഴുതപ്പെട്ടു. അപ്പൊ പുതിയ നിയമത്തിൽ ആദ്യം എഴുതപ്പെടുന്നത് ഗലാത്യ ലേഖനം, പിന്നെ തെസ്സലോനിക്ക ലേഖനം. അപ്പൊ AD 49 വരെ മറ്റ് ലേഖനങ്ങൾ എഴുതപ്പെട്ടിരുന്നില്ല. വെളിപാട് പുസ്തകം ഒടുവിൽ എഴുതപ്പെട്ടത് AD 96 എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് സഭയുണ്ട്. ഈ ബൈബിളിലെ പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ എഴുതപ്പെടുന്നതിനും ക്രോഡീകരിക്കപ്പെടുന്നതിനും മുമ്പ് സഭയുണ്ട്. ബൈബിൾ ഇപ്രകാരം ക്രോഡീകരിക്കപ്പെട്ടത് പിൽക്കാലത്താണ്. ഇതെല്ലാം ശേഖരിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കുകയായിരുന്നു. കർത്താവിനോട് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചത് എഴുതിയായിരിക്കണം. ആദിമസഭയിൽ വായിച്ച് അംഗീകാരം ലഭിച്ചതായിരിക്കണം. വിശ്വാസികളുടെ സമൂഹത്തിന് പ്രയോജനകരമായിരിക്കണം. ജനങ്ങളെ ആത്മീയ പ്രബുദ്ധരാക്കാൻ പറ്റിയതായിരിക്കണം, ഉപയുക്തമായതായിരിക്കണം. അങ്ങനെ പല മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത്. ഇതുപോലെ അനേകം എഴുത്തുകൾ ഉണ്ടായിരുന്നു ആദിമസഭയിൽ. അതിൽ പ്രധാനപ്പെട്ടത് ക്രോഡീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് പുതിയ നിയമം എഴുതപ്പെടുന്നതിന് മുമ്പ് വിശുദ്ധ സഭയുണ്ട്. ആ സഭ ഉപയോഗിച്ചിരുന്ന വേദഗ്രന്ഥം ഏതായിരുന്നു? പഴയ നിയമമായിരുന്നു. അപ്പൊ ആദിമസഭയുടെ വേദഗ്രന്ഥം പഴയ നിയമമായിരുന്നു. നീക്കുവാനല്ല, നിവർത്തിക്കുവാൻ അത്രേ കർത്താവ് വന്നത്. യേശുക്രിസ്തു പഴയ നിയമം പഠിച്ചു. യേശുക്രിസ്തു പഴയ നിയമം പഠിപ്പിച്ചു. ക്രിസ്തുവിൽ കൂടി തിരുവെഴുത്തുകൾ നിവർത്തിയായെന്ന് വിശുദ്ധ ലൂക്കോസ് 24:44 പറയുന്നു. കർത്താവ് പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചു. അപ്പൊ തിരുവെഴുത്തുകളെ എത്ര പ്രധാനമായിട്ടാണ് കർത്താവ് കണ്ടത്. അപ്പൊ നമുക്കത് പ്രധാനമായിരിക്കേണ്ടതല്ലേ? നമ്മൾ ഉപയോഗിക്കേണ്ടതല്ലേ? നമ്മളും ധ്യാനിക്കേണ്ടതല്ലേ? തിരുവെഴുത്തിന്റെ ഭാഗമല്ലേ? അതുപോലെ ആദിമ സഭയുടെ ആരാധനയ്ക്കും ആധ്യാത്മിക പോഷണത്തിനും പഴയ നിയമം വളരെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മയും സഹായിച്ചുകൊണ്ടിരിക്കും. സഭയുടെ ആരാധനയ്ക്കും ആധ്യാത്മിക പോഷണത്തിനും പഴയ നിയമം വളരെ സഹായിക്കുന്നു. നമ്മുടെ ആരാധനകളിലെല്ലാം മസമൂറാകൾ ചൊല്ലും. എന്താണ് മസമൂറ എന്ന് വെച്ചാൽ? സങ്കീർത്തനങ്ങൾ എന്നർത്ഥം. മിസ്മാർ, മസമൂറ എന്നുള്ളതിന്റെ ഹീബ്രു വാക്കിൽ മിസ്മാർ എന്ന് പറയും. മസമൂറാകൾ സങ്കീർത്തനങ്ങളാണ്. അർത്ഥവത്തായ കീർത്തനങ്ങൾ, അനുതാപത്തിന്റെ കീർത്തനങ്ങൾ.
ആഘോഷത്തിൻ്റെ കീർത്തനങ്ങൾ, ദൈവവിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുവാൻ പറ്റിയ വചനങ്ങൾ, പ്രതിസന്ധികളിലും ഭാരങ്ങളിലും രോഗങ്ങളിലും കഷ്ടതകളിലും നമ്മെ ആത്മീകമായി ശക്തിപ്പെടുത്തുന്ന ഉപദേശ സംഗ്രഹങ്ങൾ നമ്മുടെ ആധ്യാത്മീയ പോഷണത്തിന് പഴയ നിയമം വളരെ സഹായിച്ചിട്ടുണ്ട്. തിരുവെഴുത്തുകൾ വളരെ സഹായിച്ചിട്ടുണ്ട്, ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സഭയുടെ ആരാധനയ്ക്കും ആത്മീയ പോഷണത്തിനും പഴയ നിയമം സഹായിക്കുന്നു. അതുപോലെ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം, ദൈവിക വെളിപാടിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് പഴയ നിയമവും പുതിയ നിയമവും. ദൈവിക വെളിപാടിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. ദി ഓൾഡ് ടെസ്റ്റമെന്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഡിവൈൻ റെവലേഷൻ. ദ ന്യൂ ടെസ്റ്റമെന്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഡിവൈൻ റെവലേഷൻ. ദൈവിക വെളിപാടിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് പഴയ നിയമവും പുതിയ നിയമവും. ആ വാക്യം ഞാൻ വായിക്കാം. എബ്രായർ 1:1, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെ പണ്ട് ഭാഗമായിട്ട് വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്തു. അപ്പോൾ ദൈവമാണ് പഴയ നിയമത്തിൻ്റെ ഓതർ. പഴയ നിയമം എഴുതിയത് ദൈവമാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകളാ പഴയ നിയമം. പുതിയ നിയമവും ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്. ആ അരുളപ്പാടുകൾ പ്രാപിച്ച എഴുത്തുകാരിലൂടെ ആ അരുളപ്പാടുകൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പഴയ നിയമവും പുതിയ നിയമവും ദൈവിക വെളിപാടിൻ്റെ ഭാഗങ്ങളാണ്. ഭാഗമായിട്ട് വിവിധമായിട്ട് ദൈവം അരുളി ചെയ്ത കാര്യങ്ങളാണ് പഴയ നിയമവും പുതിയ നിയമവും. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ നമ്മൾ പഴയ നിയമം വായിക്കും, പുതിയ നിയമം വായിക്കും, സങ്കീർത്തനങ്ങൾ വായിക്കും. ആരാധനയുടെ ഘടന അതാണ്. ക്രിസ്തീയ സഭ ആദ്യകാലം മുതൽ സ്വീകരിച്ച ആരാധനയുടെ ഘടനയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും കഴിയുന്നതും ഒരധ്യായം പഴയ നിയമത്തിൽ നിന്ന്, ഒരധ്യായം പുതിയ നിയമത്തിൽ നിന്ന്, ഒരു സങ്കീർത്തന ഭാഗം, ഇതൊക്കെ വായിച്ചിട്ടേ ഉറങ്ങാവൂ. എല്ലാ ദിവസവും വായിച്ചിരിക്കണം. തിരുവെഴുത്തുകൾ നമുക്ക് ആശ്വാസം പകരുന്നു, ധൈര്യം നൽകുന്നു, പ്രത്യാശ നൽകുന്നു. കർത്താവിൻ്റെ മാതൃകയാണത്. തിരുവെഴുത്തുകൾ ഉദ്ധരിച്ച, ധ്യാനിച്ച, പഠിച്ച, പഠിപ്പിച്ച കർത്താവിൻ്റെ മാതൃകയാണത്. നമ്മളത് പിൻപറ്റണം. ബൈബിൾ വ്യക്തമായിട്ട് നമ്മെ വീണ്ടും പഠിപ്പിക്കുന്നു. പുതിയ നിയമ ആശയങ്ങൾക്ക് പഴയ നിയമം പ്രകാശം നൽകുന്നു. പുതിയ നിയമത്തിലെ അനേകം സന്ദേശങ്ങൾക്ക്, ആശയങ്ങൾക്ക് പഴയ നിയമം പ്രകാശം നൽകുന്നു. ഞാൻ ഉദാഹരണം പറയാം. മശിഹ. പുതിയ നിയമത്തിൽ മശിഹയെ കുറിച്ച് പറയുന്നു. ആ മശിഹയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമം വായിക്കണം. രക്ഷ, നീതീകരണം, യാഗം, മനുഷ്യപുത്രൻ. പുതിയ നിയമത്തിൽ പറയുന്ന ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ നമ്മൾ പഴയ നിയമം മനസ്സിലാക്കിയിരിക്കണം. മശിഹ, രക്ഷ, നീതീകരണം. വിശ്വാസത്താലുള്ള നീതീകരണം പൗലോസിന്റെ ഒരു പ്രധാന ആശയമാണ്. പ്രവൃത്തിയായുള്ള നീതീകരണം യാക്കോബിന്റെ പ്രധാന ആശയമാണ്. അപ്പൊ ആ നീതീകരണത്തെക്കുറിച്ചുള്ള ആശയങ്ങളൊക്കെ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, ജസ്റ്റിഫിക്കേഷൻ ബൈ വർക്ക്. അപ്പൊ അങ്ങനെയുള്ള ആശയങ്ങൾക്ക് പഴയ നിയമം പ്രകാശം നൽകുന്നു. മനുഷ്യപുത്രൻ തലയായിപ്പാൻ ഇടമില്ല. മനുഷ്യപുത്രൻ വന്നത് രക്ഷിപ്പാനായിട്ടാണ്, പാപികളെ രക്ഷിപ്പാനായിട്ടാണ്. അപ്പൊ കർത്താവ് തന്നെക്കുറിച്ച് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ മനുഷ്യപുത്രൻ എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണമെങ്കിൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ മനുഷ്യപുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, ദൈവരാജ്യം, നിത്യജീവൻ, രണ്ടാം ആദാം. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെക്കൻഡ് ആഡം.
അതുകൊണ്ട് ഒന്നാം ആദത്തെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിലേ രണ്ടാം ആദാം ആരെന്ന് മനസ്സിലാക്കാനൊക്കെ ഉള്ളൂ. കർത്താവ് രണ്ടാം ആദാമാണ്, യേശു ക്രിസ്തു. അപ്പൊ ഒന്നാം ആദാം ആരാന്ന് മനസ്സിലാക്കണം, അറിഞ്ഞിരിക്കണം. നിത്യജീവൻ, രണ്ടാം ആദാം, പുതിയ മനുഷ്യൻ, പുതിയ കൽപ്പനകൾ, പുതിയ ഇസ്രായേൽ. സഭയെക്കുറിച്ച് പറയുന്നത് പുതിയ ഇസ്രായേൽ എന്നാണ്. അപ്പൊ പഴയ ഇസ്രായേലിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ നിവർത്തിച്ചത് എങ്ങനെ, അതൊക്കെ നാം മനസ്സിലാക്കിയിരിക്കണം. പുതിയ ഇസ്രായേലായ സഭയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ വീണ്ടെടുപ്പ്, അങ്ങനെയുള്ള പഴയ നിയമ ആശയങ്ങളാണ് പുതിയ നിയമ സന്ദേശങ്ങൾക്ക് അർത്ഥം നൽകുന്നത്. അത് പ്രകാശമാനമാക്കി തീർക്കുന്നത്, സുഗ്രാഹ്യമാക്കി തീർക്കുന്നത്. പുതിയ നിയമ ആശയങ്ങൾക്ക് പഴയ നിയമം പ്രകാശം നൽകും. അതുപോലെ വീണ്ടും നാം കാണുന്നു, ഒരേ ദൈവത്തെപ്പറ്റിയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയെപ്പറ്റിയും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രതിപാദിക്കും. പഴയ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ദൈവവും പുതിയ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ദൈവവും ഒരേ ദൈവം തന്നെ. പുതിയ നിയമത്തിൽ ത്രിയേക ദൈവത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കും. പഴയ നിയമത്തിൽ അത് ഒളിഞ്ഞു കിടപ്പുണ്ട്. പുതിയ നിയമത്തിന്റെ നിഴലാണ് പഴയ നിയമം. പുതിയ നിയമം പൊരുളാണ്, മറ്റേ നിഴലാണ്. 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം. 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകും. അപ്പൊ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയെക്കുറിച്ച് പറയും. ഒരേ ദൈവത്തെപ്പറ്റിയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയെപ്പറ്റിയും രണ്ടിലും പ്രതിപാദിക്കുന്നു. 1 പത്രോസ് 2:9, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. അപ്പൊ ആ രീതിയിൽ ഒരേ ദൈവത്തെപ്പറ്റിയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയെപ്പറ്റിയും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രതിപാദിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ ഉദ്ധരിക്കുന്ന ഒരു വാക്യമുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 52-ാം വാക്യം. പഴയ നിയമത്തോടും പുതിയ നിയമത്തോടും ബന്ധപ്പെടുത്തിക്കൊണ്ട് പിതാക്കന്മാർ ഉദാഹരിക്കാറുണ്ട്. അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു. തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടമസ്ഥനോട് സദൃശനാകുന്നു. അതുകൊണ്ട് പഴയ നിയമവും പുതിയ നിയമവും ചേർന്നുള്ളതാണ് സ്വർഗീയ നിക്ഷേപം. ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപം. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ചോദ്യത്തിന് ഇവിടെ ഉത്തരമായി. പുതിയ നിയമം മാത്രം പോരാ, പഴയ നിയമവും വേണം. തിരുവെഴുത്തിന്റെ ഭാഗമാണ് പഴയ നിയമവും പുതിയ നിയമവും. ഭാഗമായിട്ടുള്ള ദൈവിക വെളിപാടുകളാണ്. അതുകൊണ്ടാണ് നാം പഴയ നിയമവും പുതിയ നിയമവും സ്വീകരിക്കുന്നത്. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, നീക്കുവാനല്ല നിവർത്തിക്കുവാൻ അത്രേ കർത്താവ് വന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം. നീക്കുവാനല്ല നിവർത്തിക്കുവാൻ അത്രേ കർത്താവ് വന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒക്കെ നമ്മൾ അതിൻ്റെ ഘടനയും അതിൻ്റെ സന്ദേശങ്ങളും ഒക്കെ സ്വീകരിക്കുന്നത്. ഈ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുക. എന്താണ് രണ്ടാമത്തെ ചോദ്യം? ഞാൻ നേരത്തെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് നാം ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്?
ധൂപാർപ്പണത്തിന്റെ പ്രാധാന്യം എന്താ? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധൂപാർപ്പണത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നുണ്ട്. ഒരു 10 സന്ദേശങ്ങൾ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ധൂപാർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്? അതിന്റെ പ്രാധാന്യം എന്താണ്? അർത്ഥം എന്താണ്? സ്വർഗത്തിലെ ആരാധനയിൽ ധൂപാർപ്പണമുണ്ട്. നമ്മുടെ ആരാധനയെ സ്വർഗീയമാക്കുവാനാണ് ധൂപാർപ്പണം. വെളിപാട് പുസ്തകം 8-ാം അധ്യായം 3-4 വാക്യങ്ങൾ. വെളിപാട് 8-ന്റെ 3-4 വാക്യങ്ങൾ. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്നു യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. അപ്പൊ സ്വർഗത്തിലെ ആരാധനയിൽ ധൂപാർപ്പണം നമ്മൾ കാണുക. സ്വർഗത്തിലെ ആരാധനയെ സൂചിപ്പിക്കുന്ന ഭാഗമാണത്. വെളിപാട് പുസ്തകം 8-ാം അധ്യായം 3-4 വാക്യങ്ങൾ. സിംഹാസനമുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ഒരു ദൂതൻ സ്വർണ്ണ ധൂപകലശവുമായി വന്നു യാഗപീഠത്തിനരികെ നിന്നു. അവന് ധൂപം കൊടുത്തു. അപ്പൊ ധൂപാർപ്പണത്തിന്റെ കർമ്മം സ്വർഗത്തിലെ ആരാധനയിലുണ്ട്. അപ്പൊ ഭൂമിയിലെ ആരാധനയിൽ നമ്മൾ ധൂപം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആരാധനയെ സ്വർഗീയമാക്കുകയാണ്. നമ്മുടെ ആരാധനയെ സ്വർഗീയമാക്കുവാൻ നാം ധൂപാർപ്പണം നടത്തുന്നു. രണ്ടാമത്തെ സന്ദേശം, ധൂപാർപ്പണം മൂലം ജനങ്ങൾക്ക് പാപക്ഷമ ലഭിക്കുന്നു ബൈബിൾ പറയും. ധൂപാർപ്പണം മൂലം ജനങ്ങളുടെയൊക്കെ പാപങ്ങളുടെ ക്ഷമ ലഭിക്കുന്നു. പാപങ്ങൾക്ക് പശ്ചാത്താപമായിട്ടാണ്, പ്രായശ്ചിത്തമായിട്ടാണ് ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. മനുഷ്യജാതിയുടെ പാപങ്ങൾക്ക് പശ്ചാത്താപമായിട്ടാണ്, പ്രായശ്ചിത്തമായിട്ടാണ് ധൂപാർപ്പണം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 46-ാം വാക്യം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 46-ാം വാക്യം. അപ്പോൾ അവർ കവിണ്ണു വീണു. മോശെ അഹറോനോട്, നീ ധൂപകലശമെടുത്ത് അതിൽ യാഗപീഠത്തിലെ തീയിട്ട് ധൂപവർഗവുമിട്ട് വേഗത്തിൽ സഭയുടെ മധ്യേ ചെന്ന് അവർക്കു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കാം. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ക്രോധം പുറപ്പെട്ട് ബാധ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പാപത്തിന് പ്രായശ്ചിത്തമായി, പാപത്തിന് പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കർമ്മമാണ് ധൂപാർപ്പണം. മോശെ അഹ്റോനോട് പറഞ്ഞാണ്, നീ ധൂപകലശം എടുത്ത് അതിൽ യാഗപീഠത്തിലെ തീയിട്ട് ധൂപവർഗവുമിട്ട് വേഗത്തിൽ സഭയുടെ മധ്യേ ചെന്ന് അവർക്കു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുക. അപ്പൊ ധൂപാർപ്പണ പ്രക്രിയ എന്ന് പറയുന്നത് ജനങ്ങൾക്കു വേണ്ടിയുള്ള പ്രായശ്ചിത്തമാണ്, പാപക്ഷമയ്ക്കുള്ള മുഖാന്തരമാണ്. ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പാപക്ഷമ ലഭിക്കുന്നു ബൈബിൾ പറയും. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട്, പ്രായശ്ചിത്തമായിട്ട് ധൂപാർപ്പണം. മൂന്നാമത്തെ സന്ദേശം, ധൂപാർപ്പണത്തിന്റെ അർത്ഥം ബാധകൾ നീക്കുവാനായിട്ടാണ് ധൂപാർപ്പണം. ധൂപാർപ്പണം മൂലം ബാധകൾ നീങ്ങിപ്പോകുന്നു.
പൈശാചിക ബാധകൾ ഈ ലോകത്തുണ്ട്. പലതരത്തിലുള്ള ബാധകൾ. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 47-ാം വാക്യം. സംഖ്യ 16:47. മോശ കൽപ്പിച്ചതുപോലെ അഹറോൻ കലശമെടുത്ത് സഭയുടെ നടുവിലേക്കോടി ബാധ ജനത്തിന്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നത് കണ്ടു. ധൂപം കാട്ടി ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങി. ധൂപമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ബാധകൾ അടങ്ങി. ബൈബിൾ പറയുകയാണ്. നമ്മളും ധൂപമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബാധകൾ നീങ്ങിപ്പോകും. പലതരത്തിലുള്ള ബാധകൾ, പൈശാചിക ഉപദ്രവങ്ങൾ. പിശാച് ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, നമ്മളെ തോപ്പിക്കാൻ, നമ്മളെ കൊടുക്കാൻ, നമ്മെ നശിപ്പിക്കാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പ്രലോഭനങ്ങൾ, പലതരം ബാധകൾ. ഈ സമൂഹത്തിൽ പലതരം ബാധകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പൈശാചിക ബാധകൾ. അതിലൊക്കെ മനുഷ്യൻ വിധേയപ്പെട്ടു പോകുക. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കർമ്മം, പീഡനങ്ങൾ, മദ്യപാനം, മ്ലേച്ഛതകൾ, കൊള്ളരുതായ്മകൾ, വഷളത്വങ്ങൾ, ദുർമാർഗങ്ങൾ, പെർവേർഷൻസ്, വൈകൃതങ്ങൾ. ഇതൊക്കെ പല ബാധകളാണ്. നമ്മിൽ ബാധ കയറിയാ പിന്നെ എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ പ്രവർത്തിക്കുന്നത്, എന്തൊക്കെയാ വിളിക്കുന്നത്? പറഞ്ഞു കേട്ടുള്ള സംഭവമാണ്. ഒരു അധ്യാപകൻ കുട്ടിയോട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? കാലൻ. അപ്പൊ മോനെ നിന്റെ പെങ്ങൾ ഇവിടെ പഠിക്കണല്ലോ, പെങ്ങളുടെ പേരെന്താ? കാലി. അതെന്താ നീ അങ്ങനെ പറഞ്ഞ? എൻ്റെ അപ്പനും അമ്മയൊക്കെ വിളിക്കുന്നത് അങ്ങനെ, എടാ കാല, എടി കാലി എന്നൊക്കെയാ വിളിക്കുന്നത്. ഈ ബാധ കയറുമ്പോ, പിശാച് കയറുമ്പോ എന്തൊക്കെയാ വിളിക്കുന്നത്, എന്തൊക്കെയാ പറയുന്നത്? ബാധ കയറിയാ പിന്നെ എന്താ നമ്മൾ അറിയത്തില്ല. ഇതുപോലെ മദ്യപാനം. ലഭ്യത കുറയ്ക്കണം. നമ്മുടെ ഭരണാധികാരികൾക്ക് അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടാകണം. എക്സൈസ് വരുമാനം മാത്രം നോക്കിയാൽ പോരാ. ഭരണാധികാരികൾ ജനങ്ങളുടെ ധാർമ്മിക നിലവാരം കൂടെ നോക്കണം. ജനങ്ങളെ ധാർമ്മികമായി ഉയർത്തുവാൻ തക്കവണ്ണം ഭരണാധികാരികൾക്ക് ചുമതലയുണ്ട്. നമ്മുടെ ഭരണാധികാരികൾ മദ്യം നിരോധിക്കാനുള്ള, മദ്യ ലഭ്യത ഇല്ലാതാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കും. ആ രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് വേറെ തൊഴിൽ കണ്ടെത്തി കൊടുക്കണം. എത്രയോ അവസരങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ പ്രശ്നം ഇതാണ്. അഴിമതിക്കുള്ള സാധ്യത കുറയും. വളഞ്ഞ മാർഗത്തിൽ കൂടി നേതാക്കൾക്ക് പണം കിട്ടുന്നതിനുള്ള സാധ്യത കുറയും. അതുകൊണ്ടാണ് ഇവർ ചെയ്യാത്തത്. അഴിമതി കുറയും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ദുരന്തങ്ങൾക്കും, കൊലപാതകങ്ങൾക്കും, ആത്മഹത്യകൾക്കും, വാഹനാപകടങ്ങൾക്കും ഒന്നാം പ്രതി മദ്യമാണ്. ഇപ്പോൾ ഞാൻ ബാധകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇടയ്ക്കേറി പറഞ്ഞതേ ഉള്ളൂ. സമൂഹത്തിൽ പലതരം ബാധകളാണ്. ബാധകളും ദുരന്തങ്ങളും. ബൈബിൾ പറയുന്നു, മോശ കൽപ്പിച്ചതുപോലെ അഹ്റോൻ കലശമെടുത്ത് സഭയുടെ നടുവിലേക്കോടി ബാധ ജനത്തിന്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നു കണ്ടു. നമ്മുടെ പിതാക്കന്മാരൊക്കെ പല രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, പ്രകൃതി ദുരന്തങ്ങളെ ഒക്കെ ബാധകളായിട്ടാണ് കണ്ടത്. പണ്ടൊക്കെ ദേശങ്ങളിൽ മസൂരി പിടിച്ചു ബാധകൾ ഉണ്ടായി അനേകർ ചത്തൊടുങ്ങിയ കാലമൊക്കെ നമുക്കറിയാം. അങ്ങനെ മസൂരി പിടിച്ചൊക്കെ അനേകർ ചത്തൊടുങ്ങിയപ്പോൾ അവരുടെ ഇടയിലൊക്കെ ശുശ്രൂഷിച്ച പിതാക്കന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭക്തരായ പുണ്യപിതാക്കന്മാർ.
അവരെയൊക്കെ തേടിച്ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ആശ്വസിപ്പിച്ച ഭക്തരായ ആളുകളെ കുറിച്ച് നമുക്കറിയാം. പഴയമത്തിലെ 10 ബാധകളുടെ കൂട്ടത്തിൽ പുണ്ണൊക്കെ ഉണ്ടല്ലോ, വൈറസുകൾ. ഇന്നും പല വൈറസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, അത് ബാധകളാണ്. എബോള വൈറസ്, എയ്ഡ്സ് വൈറസ്, കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടല്ലോ, എന്തോ റൂബെല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് അല്ലേ. പുതിയ പുതിയ വൈറസുകളാണ്. ജെനറ്റിക് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു വൈറസിന്, ജനിതക മാറ്റം സംഭവിക്കുന്നു. ഒരു മരുന്ന് ഉപയോഗിക്കുമ്പം വേറെ രീതിയിൽ മാറ്റം സംഭവിക്കുന്നു അതേ വൈറസിന്. പുതിയ പുതിയ വൈറസുകളാകും. ഇതൊക്കെ ബാധകളാണ്. ഈ സമൂഹത്തിൽ പലതരം ബാധകൾ വ്യാപിക്കുകയാണ്. പുതിയ പുതിയ മരുന്ന് കണ്ടുപിടിക്കുന്നതോറും പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ എത്ര ഉണ്ടായിക്കൊണ്ടിരിക്കും. ആട്ടെ, ബൈബിൾ പറയുന്നു, മോശ കൽപ്പിച്ചതുപോലെ അഹ്റോൻ കലശമെടുത്ത് സഭയുടെ നടുവിലേക്കോടി ബാധ ജനത്തിന്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നത് കണ്ടു. ധൂപം കാട്ടി ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങി. അപ്പൊ മരിച്ചവരെയും ജീവനുള്ളവരെയും കൂട്ടിയോജിപ്പിക്കുന്ന കണ്ണിയാണ് ധൂപാർപ്പണം. ധൂപാർപ്പിക്കുന്നത് ദൃശ്യസഭയും അദൃശ്യ സഭയും തമ്മിലുള്ള കൂട്ടായ്മയുടെ ഭാഗമാണ് ധൂപാർപ്പണം. ഇതൊക്കെ ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ള ക്രമീകരണങ്ങളാണ്. ധൂപം കാട്ടി ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങി. അപ്പൊ ധൂപാർപ്പണം മൂലം ബാധ അടങ്ങിയതായിട്ട് ബൈബിൾ പറയുന്നു. അപ്പൊ ബാധകൾ നീക്കുവാനായിട്ടാണ് ധൂപാർപ്പണം. സ്വർഗത്തിലെ ആരാധനയിൽ ധൂപാർപ്പണമുണ്ട്. നമ്മുടെ ആരാധനയെ സ്വർഗീയമാക്കുവാൻ നാം ധൂപമർപ്പിക്കുന്നു. ധൂപാർപ്പണം മൂലം ജനങ്ങൾക്ക് പാപക്ഷമ ലഭിക്കുന്നു. പാപത്തിനുള്ള പ്രായശ്ചിത്തമായിട്ട് ധൂപാർപ്പണത്തെ ബൈബിൾ കാണുന്നു. ബാധകൾ നീക്കുവാനായിട്ടാണ് ധൂപാർപ്പണം. വീണ്ടും വെളിപാട് പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം അവിടെ പറയുന്നു, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ് ധൂപാർപ്പണം. വെളിപാട് പുസ്തകം 5:8, 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം. അപ്പൊ ധൂപവർഗത്തിന്റെ അഡ്ജക്റ്റീവാണ്, വിശേഷണമാണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്നത്. അപ്പൊ ധൂപവർഗം എന്താണ്? വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ് ധൂപാർപ്പണം. ആ വിശുദ്ധന്മാരുടെ സബ്ജയിൽ ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരും ഉണ്ട്. കൊരിന്തിലെ വിശുദ്ധന്മാരെ എന്നാ ക്രിസ്ത്യാനികളെ വിളിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ വിശേഷണമാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. അപ്പൊ ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോരുമായ വിശുദ്ധന്മാരെ കുറിച്ചാണ് അവിടെ വിശുദ്ധന്മാരുള്ള വാക്കിന്റെ സൂചന. ധൂപവർഗം വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗവും എടുത്തുകൊണ്ട്. അപ്പൊ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ് ധൂപവർഗം. നമ്മൾ ധൂപാർപ്പണം നടത്തുമ്പോൾ അത് നമ്മുടെ പ്രാർത്ഥന തന്നെയാണ്. ഇറ്റ് ഈസ് എ റിച്വലിസ്റ്റിക് പ്രയർ. കർമാനുഷ്ഠാനമാണ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം എടുത്തുകൊണ്ട്. മറ്റൊരു സന്ദേശം 141 സങ്കീർത്തനം 2-ാം വാക്യം. 141 സങ്കീർത്തനം 2-ാം വാക്യം, എന്റെ പ്രാർത്ഥന ധൂപം പോലെ കൈക്കൊള്ളപ്പെടട്ടെ. അപ്പൊ ദൈവം ധൂപത്തെ കൈക്കൊള്ളുന്നു ഇവിടെ പറയുന്നത്. എന്റെ പ്രാർത്ഥന ധൂപം പോലെ കൈക്കൊള്ളപ്പെടട്ടെ. അപ്പൊ ദൈവം സ്വീകരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ധൂപാർപ്പണം. ദൈവത്തിന് സ്വീകാര്യമായ പ്രാർത്ഥനയാണ് ധൂപാർപ്പണം. എന്റെ പ്രാർത്ഥന ധൂപം പോലെ കൈക്കൊള്ളപ്പെടട്ടെ.
ദൈവം ധൂപത്തെ കൈക്കൊള്ളുന്നു. ദൈവത്തിന് സ്വീകാര്യമായ മനുഷ്യന്റെ പ്രാർത്ഥനയാണ്, മനുഷ്യന്റെ കൃതജ്ഞതാർപ്പണമാണത്, സ്തോത്രാർപ്പണമാണത്. വാക്ക് മാത്രമല്ല, കർമ്മങ്ങളും സ്തോത്രാർപ്പണമാണ്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, ക്രിയകളും കർമ്മങ്ങളും വേണം. കർത്താവ് തന്നെ പറയും, നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീൻ എന്നാ പറയുന്നു. ഇപ്രകാരം അനുഷ്ഠിക്കുവീൻ. നമുക്ക് ചെയ്യുവാനുമുണ്ട്, പറയുവാനുമുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ അനുഷ്ഠാനങ്ങളുണ്ട്. ഇപ്പൊ കർത്താവിന് സ്വീകാര്യമായ അനുഷ്ഠാനമാണ് ധൂപാർപ്പണം. എന്റെ പ്രാർത്ഥന ധൂപം പോലെ കൈക്കൊള്ളപ്പെടട്ടെ. മറ്റൊരു ഭാഗത്ത് പറയുന്നു, കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ യേശുക്കുഞ്ഞിന് ധൂപവർഗവും കാഴ്ചവെച്ചു. ധൂപാർപ്പണം ദൈവസന്നിധിയിലുള്ള നമ്മുടെ സമർപ്പണത്തെ കുറിക്കുന്നു. ദൈവസന്നിധിയിലുള്ള നമ്മുടെ സമർപ്പണത്തെ കുറിക്കുന്നു ധൂപാർപ്പണം. ഡിവോഷൻ നമ്മുടെ സമർപ്പണമാണ്. മത്തായി 2:11. അവർ അത്യന്തം സന്തോഷിച്ചു, ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടി കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിശ്ചയപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. പൊന്നെ, കുന്തിരിക്കം, മൂര്, ഗോൾഡ്, മിർ ആൻഡ് ഫ്രാങ്കിൻസെൻസ്. ഈ കുന്തിരിക്കം എന്ന് പറയുന്നത് ഫ്രാങ്കിൻസെൻസ് ആണ്, ഇൻസെൻസ് ആണ്, ധൂപവർഗമാണ്, ധൂപാർപ്പണത്തിന്റെ സംവിധാനമാണ്, ധൂപാർപ്പണത്തിനുള്ള വസ്തുവാണ്. നിശ്ചയപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. മത്തായി 2:11. അപ്പൊ ദൈവത്തിന്റെ മുമ്പാകെയുള്ള നമ്മുടെ സമർപ്പണമാണ് ധൂപാർപ്പണം. വീണ്ടും ബൈബിൾ പറയുന്നു, ദൈവത്തിനുള്ള വഴിപാടാണ് സുഗന്ധധൂപം. ദൈവത്തിനുള്ള വഴിപാടാണ്, ഇറ്റ്സ് ആൻ ഓഫറിംഗ്. പുറപ്പാട് 35:5 മുതൽ 8 വരെയുള്ള വാക്യം. പുറപ്പാട് പുസ്തകം 35:5 മുതൽ 8 വരെ. നിങ്ങളുടെ ഇടയിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാടെടുപ്പീൻ. നല്ല മനസ്സുള്ളവരെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരണം. 8-ാം വാക്യം. വിളക്കിന് എണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗം. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം. കർത്താവ് വന്നത് നീക്കിക്കളയാനല്ല, നിവർത്തിക്കുവാനായിട്ട് നമ്മൾ കണ്ടു. ദൈവത്തിനുള്ള വഴിപാടാണ് സുഗന്ധധൂപം. വിളക്കിന് എണ്ണ, അഭിഷേക തൈലത്തിനുള്ള പരിമള ധൂപത്തിന് സുഗന്ധവർഗം. അങ്ങനെയുള്ള വഴിപാടുകളെ കൊണ്ടുവരുന്ന ദൈവകൽപ്പനയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇടവപ്പള്ളിയിൽ കുന്തിരിക്കമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. മെഴുകുതിരി, കുന്തിരിക്കം ദൈവത്തിന് ഇഷ്ടപ്പെട്ട വഴിപാടായിട്ട് ബൈബിൾ പറയുന്നു. നാണയത്തുട്ടുകൾ മാത്രമല്ല, ആരാധനയ്ക്കുള്ള വസ്തുക്കളും യഹോവയ്ക്ക് അർപ്പിക്കണം. വിളക്കിന് എണ്ണ, സുഗന്ധധൂപത്തിന് ധൂപവർഗം, കുന്തിരിക്കം, ഇതൊക്കെ കൊണ്ടുവരുവീൻ ദൈവത്തിനു വേണ്ടി. അതൊക്കെ സമർപ്പണത്തിന്റെ അടയാളമാണ്, ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാഴ്ചകളാണ്, ആരാധനയുടെ സംവിധാനങ്ങളാണ്. സദൃശ്യവാക്യങ്ങൾ 27:9. ധൂപാർപ്പണം ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 27-ാം അധ്യായം 9-ാം വാക്യം. തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ആരാധന നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ഉപാധിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കേണ്ടത് ആരാധനയിലാണ്. ധൂപം അർപ്പിച്ച് ആരാധിക്കണം. കാരണം ബൈബിൾ പറയുന്നു, സദൃശ്യവാക്യങ്ങൾ 27:9, തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഇറ്റ് റിജോയ്സസ് ദ ഹാർട്ട്. ഹൃദയത്തിന് സന്തോഷം പകരുന്നു. പഴയ നിയമത്തിൽ കാണുന്നു, ശലോമോൻ ദൈവാലയത്തിൽ ധൂപാർപ്പണം നടത്തി. ദൈവ നിയോഗപ്രകാരമാണ് ശലോമോൻ ധൂപാർപ്പണം നടത്തിയത്.
1 രാജാക്കന്മാർ 9-ാം അധ്യായം 25-ാം വാക്യം. ശലോമോൻ യഹോവയ്ക്ക് പണിതിരുന്ന യാഗപീഠത്തിന്മേൽ അവൻ ആണ്ടിൽ 3 പ്രാവശ്യം ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ച് യഹോവയുടെ സന്നിധിയിൽ ധൂപം കാട്ടും. It was his daily practice. ശലോമോൻ നിർമ്മിച്ച ദേവാലയത്തിൽ, ദൈവത്തിന്റെ ആജ്ഞപ്രകാരം നിർമ്മിച്ച ദേവാലയത്തിൽ ദിവസവും ധൂപാർപ്പണം ഉണ്ടായിരുന്നു. അപ്പൊ ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാഴ്ചകളാണ് ധൂപാർപ്പണം. രണ്ട് ദിനവൃത്താന്തം 2:4 യഹോവ മോശയോട് കൽപ്പിച്ചതനുസരിച്ചാണ്, അതുപോലെയാണ് ധൂപാർപ്പണം നടത്തിയിരുന്നത്. നമ്മൾ മറ്റൊരു ഭാഗത്ത് കാണുന്നു, യഹോവ സൗരഭ്യവാസന മണത്തു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യമാണ്. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. ധൂപാർപ്പണത്തിന്റെ സൗരഭ്യവാസന ദൈവം മണത്തപ്പോൾ ദൈവം ഹൃദയത്തിൽ അരുളി ചെയ്തു, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. ദൈവത്തിന് പ്രസാദമാണ് സൗരഭ്യവാസന. ധൂപത്തിന്റെ സൗരഭ്യവാസന ദൈവത്തിന് പ്രസാദമാണെന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്നു. മലാഖി പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം. ധൂപാർപ്പണം എന്തിനു വേണ്ടിയാണ് പറയുക? അവിടെ ജാതികളുടെ ഇടയിൽ ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ധൂപാർപ്പണം സഹായിക്കുന്നു. ഞാൻ ആ വാക്യം വായിക്കാം. മലാഖി 1:11. സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു. എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ പതിവായുള്ള ധൂപാർപ്പണം ദൈവനാമം ജാതികളുടെ ഇടയിൽ മഹത്വപ്പെടുത്തുവാനിടയാകും. God's glory is revealed to the Gentiles through offering of the incense. ധൂപാർപ്പണം മൂലം ദൈവനാമം ജാതികളുടെ മേൽ മഹത്വപ്പെടുവാനിടയാകും. ദൈവനാമം മഹത്വപ്പെടുവാനുള്ള കർമ്മമാണ് ധൂപാർപ്പണം. മാത്രമല്ല, മനുഷ്യജാതിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ ഈ ഗോത്രവർഗങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഒരു ഗോത്രം വേറൊരു ഗോത്രത്തെ തോപ്പി. അപ്പൊ ജയിക്കുന്ന ഗോത്രം വിജയഘോഷയാത്ര നടത്തും. ആ വിജയഘോഷയാത്രയുടെ ഏറ്റവും മുമ്പിൽ ധൂപാർപ്പണം നടത്തിയിരുന്നു. സോ ഇറ്റ് ഷോസ് വിക്ടറി, വിജയത്തെ കുറിക്കുന്നു. പൈശാചിക ശക്തികളുടെ മേൽ, ദുഷ്ടശക്തികളുടെ മേൽ ദൈവീകമായ വിജയത്തെ സൂചിപ്പിക്കുന്നു ധൂപാർപ്പണം. തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയത്തെ കുറിക്കുന്നു ധൂപാർപ്പണം. ഇറ്റ്സ് എ കോമൺ ട്രഡീഷൻ ഓഫ് ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ. മനുഷ്യജാതിയുടെ പൊതുവായ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് പല മതങ്ങളിലും ധൂപാർപ്പണം ഉള്ളത്. ഈ പൊതുവായ പാരമ്പര്യം, പ്രാചീനമായ പാരമ്പര്യം എടുത്ത് തങ്ങളുടെ മതത്തിന് അർത്ഥവത്തായ രീതിയിൽ തിന്മയ്ക്കെതിരെ നന്മയുടെ വിജയമായിട്ടാണ് ധൂപാർപ്പണത്തെ മതങ്ങൾ കാണുന്നത്. സോ ഓഫറിംഗ് ഓഫ് ദി ഇൻസെൻസ് ഷോസ് വിക്ടറി ഓവർ ഈവിൾ. തിന്മയ്ക്കെതിരെയുള്ള നന്മയുടെ ശക്തിയായിട്ട്, നന്മയുടെ വിജയമായിട്ട് ധൂപാർപ്പണത്തെ നാം കാണുകയാണ്. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നാം കണ്ടു. ഒന്ന്, പുതിയ നിയമം മാത്രം പോരെ, പഴയ നിയമം വേണോ ക്രിസ്ത്യാനികൾക്ക്? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം. 2, എന്തുകൊണ്ടാണ് ആരാധനയിൽ ധൂപാർപ്പണം നാം സ്വീകരിച്ചിരിക്കുന്നത്? മൂന്നാമത് ഒരു ചോദ്യം കൂടെ പറഞ്ഞ് അതിൻ്റെ ഉത്തരം കൂടെ പറഞ്ഞ് എൻ്റെ ധ്യാനം പ്രസംഗം അവസാനിപ്പിച്ചുകൊള്ളാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് നാം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്? ദീപത്തിന്റെ അർത്ഥം എന്താണ്? ദീപം, അതും
പല മതങ്ങളിലും മനുഷ്യരുടെ പൊതുവായ ഒരു പാരമ്പര്യമുള്ള സംഗതിയാണ്. ദീപം കത്തിക്കും. നമ്മുടെ ആരാധനയിൽ ദീപം കത്തിക്കും, വിളക്ക് കത്തിച്ചു വെക്കും, മെഴുകുതിരി കത്തിച്ചു വെക്കും. ദീപം ദൈവ സാന്നിധ്യത്തെ കുറിക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബൈബിൾ ചില സൂചനകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിശദീകരിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 35-ാം വാക്യം. യോഹന്നാൻ 5:35. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാം, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയാം. ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിശ്വാസിയുടെ സാന്നിധ്യമാണ് ദീപം. യോഹന്നാൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയാം, യേശുവിന്റെ മുന്നോടിയായി ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായി. അങ്ങനെ ഒരു വിശ്വാസി ഈ ലോകത്തിൽ ജ്വലിച്ച് പ്രകാശിപ്പിക്കണമെന്ന് ഉള്ളതിന്റെ സൂചനയാണ്, പ്രതീകാത്മകതയാണ്. വിളക്ക് ജ്വലിച്ച് പ്രകാശിക്കും. വെളിപാട് 1:20. 7 നിലവിളക്ക് 7 സഭകളാകും. വിളക്ക് ഈ ലോകത്തിൽ ക്രിസ്തീയ സഭയുടെ സാന്നിധ്യത്തെ കുറിക്കുന്നു. അതാണ് ബൈബിളിലെ വാക്യം. 7 നിലവിളക്ക് 7 സഭകളാകും. ഈ ദീപം ഈ ലോകത്തിൽ ക്രിസ്തീയ സഭയുടെ സാന്നിധ്യത്തെ കുറിക്കുന്നു. നിലവിളക്ക് സഭയാകും. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 14-ാം വാക്യം. 2 കൊരിന്ത്യർ 11:14. ഇവിടെ വെളിച്ച ദൂതന്മാരെ കുറിച്ച് പറയാണ്. വെളിച്ച ദൂതന്മാർ. ഒരു വിശ്വാസി വെളിച്ച ദൂതനായിത്തീരുന്നു. ദീപവുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാണ്, താതാത്മ്യം പ്രാപിക്കുകയാണ്. ഒരു വെളിച്ച ദൂതനായിത്തീരുന്നു. ദീപം നമുക്ക് ചുറ്റും വെളിച്ച ദൂതന്മാരുടെ സാന്നിധ്യത്തെ കുറിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 15-16 വാക്യങ്ങൾ. വിളക്ക് കത്തിച്ച് തണ്ടിന്മേലത്രേ വെക്കേണ്ടത്, നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അവിടെ ആ വെളിച്ചം, നിങ്ങളുടെ വെളിച്ചം എന്നുള്ളത് സൽപ്രവർത്തികളാകുന്ന വെളിച്ചത്തെ സൂചിപ്പിക്കും. നമ്മൾ സൽപ്രവർത്തികളാകുന്ന വെളിച്ചം കൊണ്ട് നിറയുന്നവരാകും. നമ്മിൽ സൽപ്രവർത്തികൾ ജ്വലിച്ചുകൊണ്ടിരിക്കണം, കത്തിക്കൊണ്ടിരിക്കണം. വിളക്ക് കത്തിച്ച് തണ്ടിന്മേലത്രേ വെക്കേണ്ടത്, നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ സൽപ്രവൃത്തികളെ സൂചിപ്പിക്കുന്നു. വെളിച്ചം പ്രകാശിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 43-ാം വാക്യം. നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ദീപം ദൈവരാജ്യത്തിൽ നീതിമാനായി തീരുന്ന പ്രകാശ സാന്നിധ്യമാണ്. നീതിമാന്മാരുടെ സാന്നിധ്യം, അവർ റൈച്ചസ് ഡീഡ്സ്, അതിലൂടെയാണ് നീതിമാനാകുന്നത്. നീതിയുക്തമായ പ്രവൃത്തികളിലൂടെയാണ് നീതിമാനായി തീരുന്നത്. അപ്പൊ നീതിമാന്റെ സാന്നിധ്യമാണ് വെളിച്ചം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ദൈവ സാന്നിധ്യമാണ് ദീപം. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളിൽ പ്രകാശിക്കുന്ന ദൈവ സാന്നിധ്യം. യോഹന്നാൻ 8:12 യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. കർത്താവ് പറയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. ഇപ്പോൾ ദീപം നാം കാണുമ്പോൾ യേശുവിനെയാണ് കാണുന്നത്. യേശുവിന്റെ വചനങ്ങളാണ് അറിയുന്നത്. കർത്താവ് കൽപ്പിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. ഒരു വിളക്കിന്റെ സാന്നിധ്യം യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കും. ദീപം
നമ്മളും യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനെ ഞാനും സ്വീകരിച്ചിരിക്കുന്നു, എന്റെയും വെളിച്ചമായിട്ട്. ആ പ്രഖ്യാപനമാണ് ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. പുറപ്പാട് 27-20-21 വാക്യങ്ങൾ. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, ദൈവകൽപ്പനയാണത്. അതിനുവേണ്ടി ഇസ്രായേൽ മക്കൾ ഒലിവെണ്ണ കൊണ്ടുവരണം. അപ്പൊ ദൈവാരാധനയുടെ അവിഭാജ്യ ഘടകമാണ് എണ്ണയും ദീപവും. ദൈവാരാധനയുടെ അവിഭാജ്യ ഘടകമാണ്. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടി ഇസ്രായേൽ മക്കൾ ഒലിവെണ്ണ കൊണ്ടുവരണം. എണ്ണ കൊണ്ടുവരണം, വിളക്ക് കത്തിക്കണം. അപ്പൊ ദേവാലയത്തിൽ കൊണ്ടുവരുന്ന കാഴ്ചകളുടെ കൂട്ടത്തിൽ എണ്ണയുണ്ട് കേട്ടോ. എണ്ണ കൊണ്ടുവരണം, മുന്തിരിക്കം കൊണ്ടുവരണം, മെഴുതിരി കൊണ്ടുവരണം. അതൊക്കെ സമർപ്പിക്കണം ദൈവാലയത്തിൽ. നമ്മുടെ ഹൃദയവും സമർപ്പിക്കണം. പ്രാർത്ഥനയിൽ നമ്മെ തന്നെ സമർപ്പിക്കണം. ആ സമർപ്പണത്തോടെ ആരാധിക്കുക. അതിനെ സഹായിക്കുന്ന പ്രതീകാത്മക വസ്തുക്കളാണ് ദീപവും ധൂപവും എല്ലാം. ഉൽപ്പത്തി 1:3-4 വാക്യങ്ങൾ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പൊ ദീപം പോലെ ഞാനും ദൈവസന്നിധി നല്ലവനായി കാണപ്പെടട്ടെ, നല്ലവളായി കാണപ്പെടട്ടെ. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. നമ്മളും ദൈവസന്നിധിയിൽ നല്ലവരായി കാണപ്പെടട്ടെ എന്നുള്ള പ്രഖ്യാപനമാണ് ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം. ദൈവത്തിന്റെ കൽപ്പനപ്രകാരമുള്ള ക്രമീകരണം കൂടിയാണ്. പുറപ്പാട് പുസ്തകം 25:31, 37:17, 2 ദിനവൃത്താന്തം 4:20 അടക്കം കാണുന്നു. ദേവാലയത്തിൽ തങ്കം കൊണ്ട് നിലവിളക്കുണ്ടാക്കണം, ദീപങ്ങളോടുകൂടി ദൈവത്തെ ആരാധിക്കണം. തങ്കം കൊണ്ട് നിലവിളക്കുണ്ടാക്കണം. അപ്പോൾ ദൈവകൽപ്പനകളുടെ ഭാഗമാണ്. ദീപവും ധൂപവും എല്ലാം മനുഷ്യജാതിക്കു വേണ്ടിയുള്ള ദൈവീക പ്രബോധനങ്ങളാണ്, നിയോഗങ്ങളാണ്, ആരാധനയുടെ ശ്രേഷ്ഠമായ സംവിധാനങ്ങളാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തെ താദാത്മ്യപ്പെടുത്തുന്ന കർമ്മമാണ്. 2 ദിനവൃത്താന്തം 29:6 പറയുന്നു, ദേവാലയത്തിലെ വിളക്ക് കെടുത്തിയാൽ ദൈവകോപം ഉണ്ടാകും. 2 ദിനവൃത്താന്തം 29:6 മുതൽ 8 വരെ. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ദീപം കത്തിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. നിരന്തരമായ ദൈവ സാന്നിധ്യമാണ്. ലൂക്കോസ് 12:35, നിങ്ങളുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. അതായത് ജീവിതത്തിൽ ജാഗ്രത, ഉണർവ്, നിരന്തരമായ തയ്യാറെടുപ്പ്, വിജിലൻസ്, കോൺസ്റ്റന്റ് റെഡിനെസ് ആൻഡ് പെർപെച്വൽ വാച്ച്ഫുൾനെസ്. നിരന്തരമായ ജാഗ്രത, ഉണർവ്. നിങ്ങളുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന പോലെ ഞാനും നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണർവുള്ളവരായി, ജാഗ്രതയുള്ളവരായി, വെളിച്ചമായി, ഇരുട്ടിനെതിരെ നിരന്തര ജാഗ്രതയുള്ളവരായി ജീവിക്കുന്നതിനുള്ള പ്രതീകമാണ്. സ്ത്രീകളുടെ ശവസംസ്കാര വേളയിൽ ചൊല്ലുന്ന വായിക്കുന്ന ഏവങ്കേലിയൻ ഭാഗം വിശുദ്ധ മത്തായി സുവിശേഷം 25-1-2 വാക്യങ്ങൾ. വിളക്കുമെടുത്തുകൊണ്ടുപോയ 10 കന്യകമാരെ പോലെയാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യം വിളക്കുമെടുത്തുകൊണ്ടുപോയ 10 കന്യകമാരെ പോലെയാകുന്നു. അപ്പൊ വിളക്ക് തെളിയിച്ചുകൊണ്ട് യേശുവിനെ എതിരേൽക്കണം. വിളക്ക് കത്തിച്ചുകൊണ്ട് യേശുവിനെ എതിരേൽക്കുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് യേശുവിനെ എതിരേൽക്കുകയാണ്. വിളക്ക് കത്തിച്ചുകൊണ്ട് യേശുവിനെ എതിരേൽക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. സന്ധ്യയ്ക്ക് ഓരോ യാമങ്ങളിൽ
അല്ലെങ്കിൽ പിശാച് കയറി വരും, ബാധകൾ കയറി വരും. യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണെന്ന് വിളക്ക് കത്തിച്ചുകൊണ്ട്. സ്വർഗരാജ്യം വിളക്കും എടുത്തുകൊണ്ടുപോയ 10 കന്യകമാരെ പോലെയാണെന്ന് പറയും. അപ്പൊ എണ്ണ തീരാതെ സൂക്ഷിക്കണം. ആ നിരന്തരമായ ജാഗ്രത, ഉണർവ് ഉണ്ടായിരിക്കണം. എപ്പോഴും ആത്മീകമായ ഉണർവ് ഉണ്ടായിരിക്കണം. ആത്മീകമായി ചത്തുകിടക്കരുത്, ആത്മീകമായി അധപ്പതിക്കരുത്, പാപത്തിലും ദുർമാർഗത്തിലും മ്ലേച്ഛതയിലും പെട്ടുപോകരുത്, ദുസ്വഭാവങ്ങൾ നകരണം. അപ്പൊ നിരന്തരമായ ജാഗ്രതയെ സൂചിപ്പിക്കുന്നു വിളക്ക് കത്തിക്കുക എന്നുള്ളത്. 119 സങ്കീർത്തനം 105 വാക്ക്. 119 സങ്കീർത്തനം 105. നിന്റെ വചനം, ബാക്കി പറഞ്ഞേ, നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകും. ദൈവത്തിന്റെ വചനം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന അർത്ഥം. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപം. അപ്പൊ ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുന്ന വഴി ദൈവത്തിന്റെ വചനങ്ങൾ ഞാൻ സ്വീകരിച്ച് അതിൽ വളരുന്നു എന്നുള്ള പ്രഖ്യാപനമാണ്. ഈ പ്രതീകങ്ങളൊക്കെ പ്രഖ്യാപനങ്ങൾ കൂടിയാണ്. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകും. വീണ്ടും 19 സങ്കീർത്തനം 8 വാക്യം. 19 സങ്കീർത്തനം 8 വാക്യം. ഇപ്പൊ ദൈവകൽപ്പന കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പന എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, എൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നു. ദൈവവചനം അപ്പൊ എന്നെ ആകെ പ്രകാശിപ്പിക്കുകയാണ് ദൈവവചനം. അപ്പൊ ദൈവത്തിന് ഈ അർത്ഥങ്ങളെല്ലാം ആദിമസഭയുടെ കൂടിവരവുകളിൽ ദീപം ഉപയോഗിച്ചിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 20 അധ്യായം 8 വാക്യം. അപ്പൊ ആദിമസഭ കൂടി വന്നപ്പോൾ ദീപങ്ങൾ കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. രാത്രിയിലും പകലും ഒക്കെ വചനപ്രകാരം അവർ ദീപം കത്തിച്ച് പ്രാർത്ഥിക്കും. സഭ ഇന്നും തുടർന്നു വരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 20 അധ്യായം 8 വാക്യം. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. ആദിമസഭയിൽ വിളക്ക് കത്തിച്ച് ആരാധനാ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പൊ ആരാധനയുടെ കൂടിവരവിനെ കുറിക്കുകയാണ്, സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. ആദിമ ക്രിസ്ത്യാനികൾ രാത്രിയിലും പകലും ഒക്കെ കൂടി വന്നിരുന്നു. പലപ്പോഴും ഗുഹകൾക്കുള്ളിലൊക്കെ ആയിരുന്നു, അല്ലേ? അതെ. ഗുഹകൾ മാത്രമല്ല, പല മാളികകളിലും കൂടി വന്നിരുന്നു. ഗുഹയ്ക്കുള്ളിൽ മാത്രമാണെങ്കിൽ നമുക്ക് പറയാം അവിടെ ഇരുട്ടായതുകൊണ്ട് വെള്ളം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഗുഹകൾക്കുള്ളിൽ മാത്രമല്ല, അവർ കൂടി വന്നിരുന്ന മാളികകളിലും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ പറയാണ് 20:8. ആദിമസഭയിൽ വിളക്ക് കത്തിച്ചുള്ള ആരാധനാ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പൊ ആരാധനയുടെ കൂടിവരവിനെ കുറിക്കുകയാണ് ഈ വിളക്ക്. പാട്ടുപാടും. കത്തിച്ച ദീപവും കൈകളിലേന്തി, ദൈവസന്നിധിയിലേക്ക് കത്തിച്ച ദീപവും കൈകളിലേന്തി വരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള പാട്ടുകളൊക്കെ നമ്മൾ പാടാറുണ്ട്. വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ഭക്തരുടെയും ജീവിതം ഇതുപോലെ ഉരുകി ഉരുകി പ്രകാശിപ്പിക്കുന്നതാണെന്ന് കത്തിച്ച ദീപം മൂലം പ്രഖ്യാപിക്കുകയാണ്. ദീപം ഉരുകി 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 കത്തി പ്രകാശിക്കുന്നത് പോലെ ഒരു വിശ്വാസിയുടെ അനുഭവമാണത്, ജീവിതമാണത്. ഒരു വിശുദ്ധനെ പോലെ, രക്തസാക്ഷിയെ പോലെ ജീവിതം ഉരുകി ഉരുകി പ്രകാശം കൊടുക്കുകയാണ്. ഇതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. ഞാൻ ഉരുകി ഉരുകി ലോകത്തിന് പ്രകാശം കൊടുക്കുകയാണ്, മറ്റ് ആത്മാക്കൾക്ക്